ഹായ് ഫ്രണ്ട്സ്, ആഴക്കടലിലേക്ക് ഇറങ്ങിയപ്പോഴുള്ള കുറെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. ചില കുട്ടികളൊക്കെ അങ്ങനെ പേരൻസിനോട് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു, മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ ഭാഗം എന്നൊക്കെ. പക്ഷേ ആ ബുദ്ധിമുട്ട് നല്ലതാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വളരെ സങ്കീർണമായ കാര്യങ്ങൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി അറിയാൻ തുടങ്ങുമ്പോഴാണ്, തുടക്കത്തിൽ ബുദ്ധിമുട്ടുമ്പോഴാണ് അവസാനത്തിലേക്ക് അത് വളരെ ഈസി ആയിട്ട് മാറുക. അപ്പോൾ നമ്മൾ ചില പ്രത്യേക നിയമങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് സെന്റൻസ് മേക്കിംഗ് പ്രോസസ്സിൽ ഇറങ്ങിയിരിക്കുകയായിരുന്നു. അപ്പൊ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടും വരും, ഉറപ്പാണത്, ഉണ്ടാവും, ആ ബുദ്ധിമുട്ട് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് നല്ലതാണ്. നമുക്കത് കുറെ എണ്ണം ചെയ്യുന്ന സമയത്ത് അത് ശരിയായിക്കോളും. എനിവേ, ഞാൻ ഇപ്പൊ ഈ യൂട്യൂബിലും ഇതിലൊക്കെയുള്ള സമയം വളരെ വിലപ്പെട്ടതായതുകൊണ്ട് ഞാൻ അത് ഇനി നീട്ടിക്കൊണ്ടുപോയില്ല. അതിനെക്കുറിച്ച് നമുക്ക് ഡയറക്ട്ലി പ്രോസസ്സിലേക്ക് ഇറങ്ങാം. ഐ ഹാവ് ഗിവൺ യു an exercise in the last class. In the last class I gave you an exercise, I think. നിങ്ങളത് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, in the last class we studied about simple present tense. അപ്പൊ അതിന്റെ ഈ നിയമങ്ങൾ വാചകങ്ങളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ സംശയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അത് കുഴപ്പമില്ല, അത് ശരിയായിക്കോളും. കുറെ എണ്ണം ചെയ്യുമ്പോൾ നമുക്കത് വളരെ ഈസിയായി മാറും. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വീണ്ടും ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, V1 ഫോം ഓഫ് ദ വെർബിന്റെ V1 ഫോം ഉപയോഗിക്കണം. രണ്ടാമത് സ്യൂട്ടബിൾ ഓക്സിലറി ആണ്. അതിൽ ഏതൊക്കെയാ സ്യൂട്ടബിൾ ആയിട്ട്? ഡു ആൻഡ് ഡസ്, ഇങ്ങനെ രണ്ട് ഓക്സിലറി ആണ് ഉള്ളത്. അതിലെ ഡു പ്ലൂരൽ, ഡസ് സിംഗുലർ. Then when we use does in a sentence, ഒരു വാചകത്തിൽ ഡസ് ഉപയോഗിച്ചാൽ അതിന് മുമ്പ് ഒരു കാര്യം പറയണം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വർബിനോട് കൂടി എസ് എന്നോ ഇ എന്നോ ചേർക്കണം എന്നൊരു നിയമമൊക്കെ പറഞ്ഞിരുന്നു. ഡസ് ഉപയോഗിച്ചാൽ വർബിന്റെ കൂടെ എസ് ഒ ഇ നിങ്ങൾ ചേർക്കരുത് എന്നും പറഞ്ഞിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. ഒന്നുകൂടി പറയാം. V1 ഫോം ഓഫ് ദ വെർബ്, auxiliaries do and does, do plural, does singular. When the subject becomes singular, subject singular ആണെങ്കിൽ വെർബിനോട് കൂടി എസ് എന്നോ എസ് ഒന്നോ ചേർക്കണം എന്ന് പറഞ്ഞു. ഇനി നമ്മൾ വാചകത്തിൽ ഡസ് ഉപയോഗിച്ചാൽ, അതായത് നിങ്ങൾ കണ്ടു, ചോദ്യം ഉണ്ടാക്കുന്ന സമയത്ത്, നെഗറ്റീവ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഓക്സിലറിയുടെ ആവശ്യം വന്നു. അപ്പൊ നമ്മൾ അവിടെ ഡസ് ഉപയോഗിച്ചു. പലപ്പോഴും സബ്ജക്ട് സിംഗുലർ ആയ സന്ദർഭങ്ങളിൽ നമ്മൾ ഡസ് ഉപയോഗിച്ചു. അത്ര സന്ദർഭമേ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഡസ് ഉപയോഗിച്ചു. ഡസ് ഉപയോഗിച്ചാൽ വെർബിന്റെ കൂടെയുള്ള എസ് ഒ എസ് ഒഴിവാക്കണം, അത് ഉണ്ടാവാൻ പാടില്ല. എസ് ഒ എസ് ഉപയോഗിക്കാൻ പാടില്ല. ഇത്രയാണ് അതിന്റെ നിയമങ്ങൾ നമ്മളൊന്ന് പറഞ്ഞത്. അതായിരിക്കും അപ്ലൈ ചെയ്യുള്ളൂ. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അസർട്ടീവ് സെന്റൻസിന്റെ ഒരു സ്ട്രക്ചറാണ് ഫോളോ ചെയ്തത്. യെസ്, വി, ഓ, ആ രീതിയിലാണ് നമ്മൾ എഴുതിയത്. ഇനി ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന എക്സർസൈസ് ചെയ്തു നോക്കാം. ഓക്കെ, എന്തായിരുന്നു ഓർമ്മയില്ലേ? എന്താണ്? അവർ ഫുട്ബോൾ കളിക്കുന്നു. ഞാൻ അത് തരാനൊരു പ്രത്യേക കാരണമുണ്ട്. അവർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലൂരൽ സബ്ജക്റ്റ് ആണ് അതിൽ. അപ്പൊ നിങ്ങൾ ഇതുവരെ ചെയ്തതൊക്കെ സിംഗുലർ സബ്ജക്റ്റ് ഉള്ള വാചകങ്ങളായിരുന്നു. ബട്ട് ഹിയർ the subject is plural. അവർ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ they എന്ന പ്രൊനൗൺ ആണ് ഉപയോഗിക്കുക. പ്രൊനൗണിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോ they എന്നുള്ളത് ഒരു പ്രൊനൗൺ ആണ്. അത് പ്ലൂരൽ പ്രൊനൗൺ ആണ്. ഒരാളെ നമ്മൾ അവർ എന്ന് പറയില്ല. ഒന്നിലധികം ആളുള്ളപ്പോഴാണ് നമ്മൾ അവർ എന്ന് ഉപയോഗിക്കുക. അതുകൊണ്ട് സബ്ജക്റ്റ് മിക്കവാറും പ്ലൂരൽ ആയിരിക്കും, അല്ലേ? നമുക്ക് നോക്കാം. എന്താണ് വാചകം? ഞാനിവിടെ ഒന്ന് എഴുതാണ്. അവർ ഫുട്ബോൾ കളിക്കുന്നു. ഇതായിരുന്നു മലയാളത്തിലെ വാചകം. ഇതില് ആദ്യമായിട്ട് തന്നെ ഞാൻ പറയാം, പ്രോസസ്സിലൂടെ മാത്രമേ നിങ്ങൾ സഞ്ചരിക്കാവൂ. ഡയറക്ട്ലി അപ്ലൈ ചെയ്യുന്നത് അപ്പൊ തെറ്റും. ഇവിടെ അവർ എന്നുള്ളത് ഒരു പ്രവൃത്തിയല്ല, ഫുട്ബോൾ എന്നുള്ളത് ഒരു ആക്ഷൻ അല്ല, പ്രവൃത്തിയല്ല.
കളിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വർബായിട്ട് വരുന്നത്. ഹൂ, അതാണല്ലോ സബ്ജക്റ്റ് കിട്ടാനുള്ള മാർഗം. ഹൂ, ആര് കളിക്കുന്നു? അവർ. ദാറ്റ് ഈസ് ദ സബ്ജക്റ്റ് ഹിയർ. വാട്ട്, എന്താണ് കളിക്കുന്നത്? ദാറ്റ് ഈസ് ഫുട്ബോൾ. ദാറ്റ് ഈസ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി അതിനെ നമുക്ക് അസർട്ടീവ് സെന്റൻസിന്റെ സ്ട്രക്ചറിലേക്ക് നമ്മൾ മാറ്റുകയാണ്. നോക്കുക, എന്താണ് അസർട്ടീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ? എസ് വി ഒ. മാർക്കരുത്, ഓ ഉണ്ടെങ്കിൽ അറിയുള്ളൂ. അപ്പോ യെസ്, അവർ. അവർ എന്നുള്ളതിന് നമ്മൾ കൊടുക്കേണ്ടത് ദേ എന്ന ഇംഗ്ലീഷ് വേർഡാണ്. ദേ. ദെൻ വെർബ്, അതിനൊരു ഓർഡിനറി വെർബാണ് ഈ കളിക്കുന്നു എന്നുള്ളത്. നമ്മൾ നാളെ പറഞ്ഞ പോലെ തന്നെ ഇറഗുലർ വെർബ്സിൽ പെട്ടതല്ല പ്ലേ എന്നുള്ളത്. റെഗുലർ ആണത്, നോർമൽ ആയിട്ടുള്ള ഒരു വെർബാണ്. സോ അതിൻ്റെ കൂടെ ഇ ചേർക്കുകയാണ് അതിൻ്റെ V2 V3 ഉണ്ടാക്കാൻ നമ്മൾ ചെയ്യാറുള്ളത്. പ്ലേ, പ്ലേഡ്, പ്ലേഡ്, അത് തന്നെയാണ്. പക്ഷെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമുക്ക് അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം V1 മാത്രമേ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കൂ. മറക്കരുത്, സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വെർബിന്റെ V1 ഫോം മാത്രമേ ഉപയോഗിക്കൂ. സോ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? പ്ലേ എന്ന് എഴുതാം. ദേ പ്ലേ. അപ്പോ വെർബായി വാട്ട്, എന്താണ് കളിക്കുന്നത്? ഫുട്ബോൾ. That is the sentence here. So ഇതിലെ വെർബ് ഏതാ നമുക്കറിയാം. പ്ലേ. Who play? They. Subject. What play? Football. That is object here. Then we have to ask the question. Interrogative sentenceകളിലെ ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ ചോദിക്കാൻ പോവുകയാണ്. ഒരു ക്വസ്റ്റ്യന്റെ ഓർഡർ ഇതൊക്കെ ഓർമ്മിക്കണം. അതുകൊണ്ടാണ് മക്കൾക്ക് അതൊരു പ്രശ്നമായി മാറുന്നത്. അത് ഓർമ്മിച്ചിരിക്കണം, നിങ്ങൾ പഠിച്ചിരിക്കണം. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് എ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലിയറി വെർബ്, സബ്ജക്റ്റ്, വെർബ്. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലിയറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. ദാറ്റ് ഈസ് ദ ഓർഡർ ഓഫ് ദ ക്വസ്റ്റ്യൻ. ദെൻ നമുക്കിവിടെ ഫുട്ബോൾ എന്ന് ഉത്തരം കിട്ടണമെങ്കിൽ വാട്ട് വിൽ ബി ദ ക്വസ്റ്റ്യൻ ഇൻ മലയാളം? അവർ എന്ത് കളിക്കുന്നു? That is a question. Then നമുക്ക് അതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റുക. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നിന്നുകൊണ്ട് വേറെ എവിടേക്ക് പോകരുത്. Then എന്താണ് ക്വസ്റ്റ്യന്റെ ഓർഡർ? ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലിയറി പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. ആദ്യം വേണ്ടത് ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ഇതിലെ അവർ എന്നുള്ളത് ക്വസ്റ്റ്യൻ വേർഡ് അല്ല, എന്ത് എന്നുള്ളത് ക്വസ്റ്റ്യൻ വേർഡ് ആണ്. നിങ്ങൾക്ക് അറിയാം, അപ്പോഴൊക്കെ നമ്മൾ ഈ എന്ത് ഉപയോഗിച്ചിട്ട് എഴുതിയത്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാട്ടോ. ക്വസ്റ്റ്യൻ വേർഡ് 15 എണ്ണം ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിരുന്നു. Then the question word is what. Then auxiliary verb ഉപയോഗിക്കണം. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ ഓക്സിലിയറി വെർബ് ഉപയോഗിക്കണം. നമ്മുടെ കയ്യിലുള്ളത് രണ്ട് ഓക്സിലിയറീസ് ആണ്, ഡു ആൻഡ് ഡസ്. ആക്റ്റീവ് ഓക്സിലിയറീസ് ആയിട്ടുള്ള ഡു ആൻഡ് ഡസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ അത് എപ്പോഴും ഓക്സിലിയറി വെക്കുമ്പോൾ സബ്ജക്റ്റ് ആരാണ് നോക്കിയിട്ട് വേണം വെക്കാൻ. ഈ സബ്ജക്റ്റ്, അവിടെ ഇരിക്കുന്ന സബ്ജക്റ്റിന് അനുയോജ്യമായ ഓക്സിലിയറി വെർബായിരിക്കണം. അവർ എന്നുള്ളത്, ദേ എന്നുള്ളത് പ്ലൂരൽ ആണ്. സോ നമുക്ക് ഇവിടെ ഡസ് ഉപയോഗിക്കാൻ നിർവാഹമില്ല. പ്ലൂരൽ സബ്ജക്റ്റ്, ബഹുവചന സബ്ജക്റ്റിന്റെ കൂടെ വി ഷുഡ് യൂസ് ഡു. വാട്ട് ഡു ക്വസ്റ്റ്യൻ വേർഡ് ആയി, ഓക്സിലിയറി ആയി. Then the subject will come. Who is the subject here? They. What do they? ഇവിടെ ഇരിക്കുന്ന ഈ സബ്ജക്റ്റിന് അനുയോജ്യനായിരിക്കണം ഇവിടെ ഇരിക്കുന്ന ഓക്സിലിയറി. That is the principle here. Question word, auxiliary, subject, then verb. What is the verb here? Play. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇയാളെന്താ എസ് ഒ എസ് ഒക്കെ പറയാത്തത്? ഇവിടെ അതിന്റെ ആവശ്യമുണ്ടോ? നമ്മളോട് എസ് എന്നോ എസ് എന്നോ ഒക്കെ ഉപയോഗിക്കാൻ പറഞ്ഞത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ മാത്രമാണ്. ബട്ട് ഹിയർ ദ സബ്ജക്റ്റ് ഈസ് പ്ലൂരൽ. സബ്ജക്റ്റ് ബഹുവചനമാണ്. സോ എസ് ഒ എസ് ഒന്നും അവിടെ വരുന്നില്ല, ഡസ് അവിടെ വരുന്നില്ല. അപ്പൊ ആ വക കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട. അപ്പൊ വാട്ട് ഡു ദേ പ്ലേ? അവരെന്താണ് കളിക്കുന്നത്? Then who should come?
ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ, ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആ ചോദ്യം എന്തായിരിക്കും? അതിന് ഉത്തരം തന്നെ ഉണ്ടായിരിക്കും. എന്താണ്? അവർ ഫുട്ബോൾ കളിക്കുകയാണ് എന്നാണ് ചോദ്യം. അവർ ഫുട്ബോൾ കളിക്കുന്നുവോ? അവർ ഫുട്ബോൾ കളിക്കുന്നുവോ? ഇതാണ് ചോദ്യം. അപ്പൊ അതിന്റെ ഉത്തരം അതെ, ഫുട്ബോൾ ആണോ കളിക്കുന്നത്, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്നുവോ? യെസ്, അതെ, അവർ ഫുട്ബോൾ കളിക്കുകയാണ്. അങ്ങനെയാണ് ഉത്തരം വരിക. ഈ ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യന്റെ ഓർഡറിൽ നമ്മൾ നാളെ പറഞ്ഞു അവിടേക്കാണ് സംശയം ഉണ്ടാവുക. ഒരു പ്രശ്നമില്ല കുട്ടികളെ, അതിൽ ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാവില്ല. ഇറ്റ് ഷുഡ് ബി സ്റ്റാർട്ടഡ് വിത്ത് ദ ഓക്സിലിയറി വെർബ്. അതാണ്, ഇറ്റ് ഷുഡ് ബി സ്റ്റാർട്ടഡ് വിത്ത് ദ ഓക്സിലിയറി വെർബ്. നിങ്ങൾ ഇത് അങ്ങനെ എടുത്തെഴുതരുത്. അത് ഞാൻ നാളെ പറഞ്ഞിരുന്നു. നിങ്ങൾ ഈ ഓർഡർ അനുസരിച്ച് പോവാം. അപ്പൊ ഓക്സിലിയറി വെർബ് വെച്ച് തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഡു വെച്ച് തുടങ്ങുന്നു. ഡു, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കണം. എവരി സെന്റൻസ് ഇൻ ഇംഗ്ലീഷ് ഷുഡ് ബി സ്റ്റാർട്ടഡ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. ഡു, ദാറ്റ് ഈസ് ദ ഓക്സിലിയറി ഹിയർ. അപ്പൊ ക്വസ്റ്റ്യൻ വേർഡ് അതില്ല. ഓക്സിലിയറി വെർബ്, then subject, that is they, do they, plus verb. Who is the verb here? Play. Do they play? അവർ കളിക്കുന്നുവോ? എന്ത്? ഫുട്ബോൾ. അത് ആദ്യത്തിൽ ബാക്കിയുള്ളതൊക്കെ എഴുതണമെന്നാണ് അതിന്റെ ഒരു നിയമം. നാലേ അതിന് മുഴുവൻ അർത്ഥം. ഡു ദേ പ്ലേ ഫുട്ബോൾ? അവർ ഫുട്ബോൾ കളിക്കുന്നുവോ? That is the doubtful question here. Then നമ്മൾ അടുത്തതായിട്ട് അതിന്റെ ഉത്തരം പറയാൻ പോകുന്നത്. രണ്ട് ചോദ്യങ്ങൾ അവിടെ കണ്ടു. അതില് രണ്ടാമത്തെ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ എഴുതാൻ പോവുകയാണ്. ഞാൻ മലയാളം നീ എഴുതുന്നില്ല, ഒക്കെ എഴുതിയിട്ട് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെ, അവർ ഫുട്ബോൾ കളിക്കുകയാണ്. അപ്പൊ യെസ്, അതെ, അവർ ഫുട്ബോൾ കളിക്കുകയാണ് തന്നെയാണ് സെന്റൻസ്, അസർട്ടീവ് സെന്റൻസ്. ദേ പ്ലേ ഫുട്ബോൾ. കുട്ടികളെ, ഇവിടെ എന്തുകൊണ്ടാണ് എസ് വെക്കാതെന്ന് അറിയില്ലേ? ദേ പ്ലൂരലാണ്, ബഹുവചനാണ്. ദെൻ നോ, നിഷേധവാദം എഴുതുകയാണ്. നമ്മൾ നെഗറ്റീവ് സെന്റൻസ് എഴുതാൻ പോവുകയാണ്. അവിടെയാണ് നിങ്ങൾ ഒന്ന് വേറൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത്. ഞാൻ പല തവണ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇതിപ്പോ മുതിർന്നവർ കാണുകയാണെങ്കിൽ അവരെന്നെ തല്ലാൻ വരും. ഇങ്ങനെ ആവർത്തിച്ച് പറയും. ഇയാൾക്ക് വട്ടും തോന്നുന്നില്ല. അപ്പൊ നിങ്ങളെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ ആവർത്തിച്ച് പറയും. നമ്മൾ എങ്ങനെയാണ്, നമ്മൾ എന്താ പോലെ എഴുതുന്നത്? അല്ല, അവർ ഫുട്ബോൾ കളിക്കുകയല്ല എന്നാണ് എഴുതുന്നത്. അല്ല, അവർ ഫുട്ബോൾ കളിക്കുകയല്ല. അപ്പോൾ ഒരു വാചകത്തിനെ നിഷേധമാകാൻ, നെഗറ്റീവ് ആക്കാൻ ചെയ്യേണ്ടത്, വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, സബ്ജക്റ്റിന്റെയും വെർബിന്റെയും ഇടയിലുള്ള സ്പേസിൽ അതിനനുയോജ്യമായ ഓക്സിലറി വെച്ച് നോട്ട് കൊടുക്കുക. സബ്ജക്റ്റിന്റെയും വെർബിന്റെയും, സാധാരണ അസർട്ടീവ് സെന്റൻസിന്റെ സബ്ജക്റ്റിന്റെയും വെർബിന്റെയും ഇടയിൽ, in the midst of the subject and verb, you should apply the suitable auxiliary verb. അനുയോജ്യമായ ഓക്സിലിയറി വെർബ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം സബ്ജക്റ്റ് എഴുതണം. നോ, ദേ, അല്ല, അവർ, ദേ. ഇനി വേണ്ടത് ഈ സബ്ജക്റ്റിന്റെയും വെർബിന്റെയും ഇടയിലാണ് ഓക്സിലിയറി വെർബ് വെക്കേണ്ടത്. അപ്പൊ ഇവിടെ വെക്കണം ഡു എന്ന് പോലെ നോട്ട് ചേർക്കണം. ഡു നോട്ട്, ദേ ഡു നോട്ട്. പിന്നെ അവിടെ നമ്മൾ വീണ്ടും സബ്ജക്റ്റ് വെർബ് പ്ലേ. കേട്ടോ, സബ്ജക്റ്റിന്റെയും വെർബിന്റെയും ഇടയിൽ ഓക്സിലിയറി, അനുയോജ്യമായ ഓക്സിലിയറി വെർബ് പ്ലസ് നോട്ട്. ദേ ഡു നോട്ട് പ്ലേ ബട്ട് ഫുട്ബോൾ. So we have written 5 sentences. 1, 2, 3, 4, 5. This was the homework. നിങ്ങൾ എത്ര പേര് ചെയ്തു എന്ന് എനിക്ക്
അറിഞ്ഞിട്ടില്ല, നിങ്ങൾ റെസ്പോണ്ട് ചെയ്തിട്ടില്ല, നെറ്റിന്റെ സ്പീഡ് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ ചില കുട്ടികൾ പറഞ്ഞു. എങ്കിലും സാവധാനം കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളത് കാണുക, നോട്ട് തയ്യാറാക്കുക, മനസ്സിൽ ഉറപ്പിക്കുക. ഇതാണ് നമ്മുടെ ഹോംവർക്ക്. ദേ പ്ലേ ഫുട്ബോൾ. വാട്ട് ഡു ദേ പ്ലേ? ഡു ദേ പ്ലേ ഫുട്ബോൾ? യെസ്, ദേ പ്ലേ ഫുട്ബോൾ. നോ, ദേ ഡോണ്ട് പ്ലേ. ദേ ഡു നോട്ട് പ്ലേ ഫുട്ബോൾ. അങ്ങനെ 5 സെന്റൻസ് നമ്മൾ ഉണ്ടാക്കി. ഇപ്പൊ നമ്മൾ 3 സെന്റൻസുകള് 5 സെന്റൻസുകളാക്കിയിട്ട് 5 തരം സെന്റൻസുകളാക്കി മാറ്റി സിമ്പിൾ പ്രസന്റ് ടെൻസിൽ. ഇനി നമ്മൾ അടുത്തതായിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് അവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഒരു പ്രധാന കാര്യം പറഞ്ഞു മറക്കരുത്. അതായത് ഇംഗ്ലീഷിൽ ഓക്സിലിയറി വേർബ് ഇല്ലാതെ 2 ടെൻസിലാണ് നമുക്ക് വാചകങ്ങൾ എഴുതാൻ കഴിയും. Without auxiliary verb, we can write sentences only in simple present and simple past. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന അടുത്ത ടെൻസ്, ഈ 2 ടെൻസുകളിൽ മാത്രമേ ഓക്സിലിയറി ഇല്ലാതെ, ഓക്സിലിയറി ഉണ്ടായിട്ട് എഴുതാട്ടോ, ഡെസ് വെച്ചിട്ട് വാചകം നമ്മൾ ഉണ്ടാക്കിയല്ലോ, ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാക്കിയപ്പോൾ ഓക്സിലിയറി ഉണ്ടായില്ല, അത് സിമ്പിൾ പ്രസന്റ് തന്നെയാണ്. പക്ഷെ ഓക്സിലിയറി ഇല്ലാതെയും ഇതിൽ ഓക്സിലിയറി ഇല്ല. There is no auxiliary verb here. ഇതൊരു സെന്റൻസ് ആണ്, ഇത് സിമ്പിൾ പ്രസന്റ് ആണ്, ഇതിൽ ഓക്സിലിയറി വെർബ് ഇല്ല. ഇങ്ങനെ ഓക്സിലിയറി വെർബ് ഇല്ലാതെ 2 ടെൻസ് ഇംഗ്ലീഷിൽ എഴുതാൻ കഴിയൂ. ദേ ആർ സിമ്പിൾ പ്രസന്റ് ആൻഡ് സിമ്പിൾ പാസ്റ്റ്. അത് വലിയൊരു കാര്യമാണ്, മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഒരു വാചകം കണ്ടു, ആ വാചകത്തിൽ എത്ര തിരഞ്ഞു നോക്കിയിട്ടും 24 ഓക്സിലിയറീസ് ഇംഗ്ലീഷിലുള്ളൂ, അതിലൊന്നും അതിൽ കാണാനില്ല, then it will be simple present or simple past. ഇനി അതിലേതാണ് ഇത് 2 പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. Then we can go to simple past. നെക്സ്റ്റ് ടെൻസിലേക്ക് ഞാൻ കടക്കുകയാണ്. സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഞാൻ പറഞ്ഞു 12 ടെൻസുകളിൽ 12 ഡിവൈഡ് ചെയ്തിട്ടുള്ള ടെൻസുകളിൽ സിമ്പിൾ എന്നുള്ള കാറ്റഗറീസിൽ പെട്ട 3 ടെൻസുകളാണ് ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. അടുത്ത ദിവസം സിമ്പിൾ ഫ്യൂച്ചർ ആണ് എടുക്കുക. അപ്പൊ സിമ്പിൾ പ്രസന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി സിമ്പിൾ പാസ്റ്റ് ടെൻസ് വളരെ സിമ്പിൾ ആണ്. ഇനി ഒരു പ്രധാന കാര്യം ശ്രദ്ധിച്ചുകൊള്ളാം. ഈ സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിന്റെ പ്രോസസ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ സെന്റൻസ് മേക്കിംഗ് പ്രോസസ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടെൻസുകൾ വെരി ഈസിയാണ്, വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ ഈ തുടക്കത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും, അത് ഉണ്ടാവണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്നർത്ഥം. ഒരു പ്രശ്നവും ഇല്ലാച്ചാൽ വലിയ പ്രശ്നമാണ്, ഒരു പ്രശ്നവും ഇല്ലാച്ചാൽ അത് വലിയ പ്രശ്നമാണ്. നോക്കാം. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസ് അറിയാലോ. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അത് കഴിഞ്ഞു പോയ കാലമാണ്. നമ്മൾ പറഞ്ഞ സിമ്പിൾ പ്രസന്റ്, നേരത്തെ പറഞ്ഞ സിമ്പിൾ പ്രസന്റ് വർത്തമാന കാലമാണ്, നടന്ന് കൊണ്ടിരിക്കുന്ന, അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. ഓർ പല കാര്യങ്ങളുണ്ട് അതിൽ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് വഷളാക്കണില്ല. ഇപ്പോൾ ഞാൻ അതിന് നമുക്ക് വേറൊരു ക്ലാസ്സുകളുണ്ട്, പെർമനന്റ് ട്രൂത്ത്സ്, അങ്ങനെ പല കാര്യങ്ങളും, ഫേമസ് സെയിൻസ്, അതുപോലെ നരേഷൻ, ഇങ്ങനെ പല കാര്യങ്ങളും സിമ്പിൾ പ്രസന്റിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് നമ്മൾ വഴിയെ പറയാം. അപ്പൊ സിമ്പിൾ പ്രസന്റ് എനിവേ ഇറ്റ് ഈസ് പ്രസന്റ് ടെൻസ്, ബട്ട് ദിസ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. ഇറ്റ് ഈസ് ഫ്രം ദ പാസ്റ്റ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. പാസ്റ്റ് ടെൻസ് വളരെ വിദൂരമായ കാര്യങ്ങളടക്കം അതിൽ വരാം. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ്, നമുക്കതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കാം. നമ്മളതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ V1 ഫോം ഓഫ് ദ വെർബാണ് ഉപയോഗിച്ചത്. ഇവിടെ പക്ഷേ സിമ്പിൾ പാസ്റ്റില് V2 ഫോം ഓഫ് വെർബ്, വെർബിന്റെ V2 ഫോം ആണ് അത്ര ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റിൽ. മറക്കരുത്, അവിടെ ഒരു പ്രശ്നം സംഭവിച്ചു, ഒരു വ്യത്യസ്തത സംഭവിച്ചു. ആ വ്യത്യസ്തത ഉൾക്കൊള്ളുക. സിമ്പിൾ പ്രസന്റില് നമ്മൾ വെർബിന്റെ V1 ഫോം ആണ് ഉപയോഗിച്ചതെങ്കിൽ സിമ്പിൾ പാസ്റ്റില് വെർബിന്റെ V2 ഫോം, അതായത് പാസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. വെർബിന് 3 ഫോം ഉണ്ടെന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞു, V1, V2, V3. അതിലെ V2 ഫോം ആണ് നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമ്മൾ പ്ലേ എന്നാണ് ഇവിടെ ഉപയോഗിച്ചത്, അത് സിമ്പിൾ പാസ്റ്റിൽ എഴുതുമ്പോൾ പ്ലേഡ് എന്നാണ് എഴുതുന്നത്, V2 ഫോം ആണ് എഴുതുന്നത്.
ഈറ്റ് എന്നാണെങ്കിൽ എയ്റ്റ് എന്നാണ് എഴുതേണ്ടത്. ബ്രിങ് എന്നുള്ളതിന് ബ്രോട്ട് എന്നാണ് എഴുതേണ്ടത്. അപ്പൊ ഒക്കെ V2 ഫോമാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ സാധാരണ വരാറുള്ളത്. സാധാരണ എന്നേ പറയാൻ കാരണം ഇപ്പൊ മനസ്സിലാവും. ദെൻ ഏതൊക്കെയാണ് ഓക്സിലിയറി? ആക്റ്റീവ് ആയിട്ടുള്ള ഓക്സിലറീസ് ആണ് ഞാൻ പറയുന്നത്. വേറെ ഓക്സിലറി ഉണ്ട്, അത് പിന്നീട് പാസീവ് വോയിസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും. ആക്റ്റീവ് ആയിട്ടുള്ള ഓക്സിലിയറി എന്ന് പറഞ്ഞാൽ ആകെ ഒറ്റ ആളേ ഉള്ളൂ. ഹായ്, സുഖമായി. ഡിഡ്, സബ്ജക്റ്റ് ഏത് രാമനായാലും, ഏത് ഗോപാലനായാലും, ഹംസകുട്ടിയായാലും, ഏത് വർഗീസായാലും, ആരായാലും, ഏത് പ്രകാശനായാലും ഓക്സിലിയറി വെർബ് ഡിഡ്. അപ്പൊ നമുക്ക് സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ ഒന്നും ഈ ടെൻസിൽ ചിന്തിക്കേണ്ട. ആക്റ്റീവ് ഓക്സിലറി ഡിഡ് ആണ്. ഒറ്റാളെ സുഖമായി അല്ലേ? അങ്ങനെ ചില സുഖങ്ങൾ ഇടയ്ക്ക് കിട്ടണം. അപ്പോ രണ്ട് നിയമം രണ്ട് ഇതിന്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞു. സ്ട്രക്ചറിലെ രണ്ട് ഘടകങ്ങൾ, രണ്ട് ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞു. വൺ V2 ഫോം ഓഫ് വെർബ്, വെർബിന്റെ V2 ഫോം ആണ്. ടു ഡിഡ് ആണ് ഓക്സിലിയറി. ഇനി ഇംഗ്ലീഷുകാർ മഹാ ഉപദ്രവകാരികളാണോ? അവര് എന്ത് നിയമം എഴുതി വെച്ചാൽ അതിന്റെ പിന്നാലെ ഒരു എക്സെപ്ഷണൽ കേസ് എഴുതി. നേരത്തെ കണ്ടു സിമ്പിൾ പ്രസന്റ് ടെൻസ് SO ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഡസ് ഉപയോഗിച്ചോ ഉപയോഗിക്കരുത്. അതേപോലെ ഡിഡ് ഉപയോഗിച്ചാൽ, ഡിഡ് ഒരു വാചകത്തിൽ വരെ ചോദ്യം ചോദിക്കുമ്പോഴും നെഗറ്റീവ് ഉണ്ടാക്കുമ്പോഴൊക്കെയാണ്. അത് നിങ്ങൾ ഇവിടെ കണ്ടില്ലേ? ഇതുപോലെ തന്നെ ആ ഡിഡ്, when we use did in a sentence we should use the V1 form of the verb. അതായത് ഡിഡ് യൂസ് ചെയ്താൽ, ഡിഡ് ഉപയോഗിച്ചാൽ V1 form of verb ഉപയോഗിക്കണം. ഡിഡ് ഉപയോഗിച്ചാൽ വെർബിന്റെ V1 ഫോം ഉപയോഗിക്കും. മൂന്ന് നിയമം, വെരി സിമ്പിൾ അല്ലേ? സിമ്പിളിന് ഒരു പുലിവാലി കൊടുത്തിട്ടിരിക്കും അല്ലേ? ഇങ്ങനെ സുഖമായിട്ട് പോയിരുന്നു. വെർബിന്റെ V2 ഫോം ഡിഡ് ആകെ ഒരെണ്ണം വളരെ സുഖം. വേഗം മൂന്നാമത് വേറെ പ്രശ്നം. ഡിഡ് നിങ്ങൾ ഉപയോഗിച്ചാൽ പിന്നെ വെർബിന്റെ V1 ഫോം ഉപയോഗിക്കണം. ഡോണ്ട് യൂസ് V2. മനസ്സിലായോ? അപ്പൊ ഡിഡ് ഇല്ലെങ്കിൽ V2, ഡിഡ് ഇല്ലെങ്കിൽ V1. അങ്ങനെയാണ് സിമ്പിൾ പാസ്റ്റിന്റെ നിയമം. വളരെ സിമ്പിൾ ആണ്. മൂന്ന് സ്ട്രാറ്റജിക്കൽ ഫാക്ടേഴ്സ് മാത്രമേ നമുക്കിതിൽ ചർച്ച ചെയ്യാനുള്ളൂ. ഒന്ന് V2 ഫോം ഓഫ് വെർബ്. സിമ്പിൾ പാസ്റ്റിന്റെ ബേസിക് ഫോം ഓഫ് വെർബ് എന്താ വെച്ചാൽ V2 ആണ്. But the auxiliary is did only one. When the subject becomes singular or plural, we can use did as auxiliary verb. അവർ എന്നാണോ ജനങ്ങൾ എന്നാണോ 1,00,000 പേരാണോ ഡിഡ്, ഒരാളാണോ ഡിഡ്, രണ്ടാളാണോ ഡിഡ്, ആരായാലും ഡിഡ്. ഇനി മൂന്നാമത് പറയുന്ന നമുക്ക് പുലിവാലിത്താക്കണ സാധനം എന്താണ്? ഡിഡ് നിങ്ങൾ ഉപയോഗിച്ചാൽ, when we use did in a sentence, don't use V2, V1. We should use V1 form of the verb. Okay? ഇതില് കൺഫ്യൂഷന്റെ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുകൂടി പറയാൻ വേണമെങ്കിൽ V2 ഫോം ഓഫ് വെർബ്, ഓക്സിലിയറി ഡിഡ് ആണ്. ഡിഡ് ആണ് ഓക്സിലിയറി ആയിട്ട് വരുന്നത്. when we use did in a sentence, നമ്മളൊരു വാചകത്തിൽ ഡിഡ് ഉപയോഗിച്ചാൽ വെർബിന്റെ ഫോം V1 ആക്കി മാറ്റും. Okay, then let us start our exercise again. നമുക്കിനി സിമ്പിൾ പാസ്റ്റിൽ ഒരു വാചകം ഉണ്ടാക്കി നോക്കാം. അപ്പൊ നമ്മൾ ചെയ്ത വാചകങ്ങൾ തന്നെ വേണമെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ആർ യു റെഡി? യെസ്, നമുക്ക് കഴിഞ്ഞ ഇതില് നമ്മൾ രവിയെ കൊണ്ട് എന്താ നമ്മൾ ചെയ്യിപ്പിച്ചതെന്ന് നമുക്ക് വേറൊരു വാചകം എഴുതാം. എന്തായാലും ഒരു ഫ്രഷ് വാചകം, അല്ലെങ്കിൽ ദേ പ്ലേ ഫുട്ബോൾ എന്നുള്ളതിനെ നമ്മൾ സിമ്പിൾ പ്രസന്റിൽ എഴുതിയതിനെ നമ്മളിപ്പോ ഇതില് സിമ്പിൾ പാസ്റ്റിലാക്കാം. സിമ്പിൾ പാസ്റ്റ്. നമ്മള് അവർ ഫുട്ബോൾ
കളിച്ചു. കളിക്കുക, കളിക്കുന്നു എന്നല്ല അതിൽ വരിക. എന്താണ്? കളിച്ചു എന്നാണ് അല്ലേ? പാസ്റ്റ് അല്ലേ, കഴിഞ്ഞു പോയതല്ലേ. നേരത്തെ നമ്മൾ അവർ ഫുട്ബോൾ കളിക്കുന്നു എന്നാണ്. സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ടാണ്, പ്രസന്റ് ആണ്, വർത്തമാനകാലം ആയതുകൊണ്ടാണ്. ഹിയർ സിമ്പിൾ പാസ്റ്റ് ആണ്, ഭൂതകാലത്തിലെ കാര്യമായതുകൊണ്ട് നമ്മൾ അവർ ഫുട്ബോൾ കളിച്ചു എന്നാണ് പറയുന്നത്. ദെൻ നമുക്കതിനെ ഈ നിയമങ്ങളിൽ നിന്നുകൊണ്ട്, ഏത് നിയമങ്ങളിൽ നിന്നുകൊണ്ട്? സിമ്പിൾ പ്രസന്റിനെ അവിടെ വെച്ചുകൊണ്ട് ഇപ്പൊ നമ്മള് സിമ്പിൾ പാസ്റ്റിലാണ് നിൽക്കുന്നത്. സിമ്പിൾ പാസ്റ്റിൽ നിന്നുകൊണ്ട് നമുക്ക് അതിന്റെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് എഴുതാം. എന്തായാലും ഇതിന്റെ ഇംഗ്ലീഷിന്റെ ഒരു രീതി വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. SVO മറക്കരുത്. SVO സബ്ജക്ട് വെർബ് ഓബ്ജക്റ്റ്. ഇതിലെ നമ്മളൊന്ന് തെരഞ്ഞു നോക്കാം. വെർബ് കളിച്ചു എന്നാണ്, അത് കണ്ടാൽ തന്നെ അറിയാം. ഹു ആര് കളിച്ചു? അവർ സബ്ജക്ട്. വാട്ട്? ഫുട്ബോൾ ഓബ്ജക്റ്റ്. ദെൻ നമുക്കതിനെ വാചകമാക്കാം. സിമ്പിൾ പാസ്റ്റ് ആണ്, മറക്കരുത്. സിമ്പിൾ പാസ്റ്റിൽ വെർബിന്റെ ഫോം V2 ആണ്, അതും മറക്കരുത്. ഇനി ആദ്യം എഴുതേണ്ടത് എന്തായാലും സബ്ജക്റ്റ് ആണ്. നമ്മൾ എഴുതി അല്ലേ? ഇംഗ്ലീഷിലെ വാചകത്തിന്റെ സ്ട്രക്ചർ SVO ആണ്. സബ്ജക്റ്റ് ദേ. ഇനി വെർബാണ് എഴുതേണ്ടത്. ദേ വെർബ് കളിച്ചു എന്നാണ്. പ്ലേഡ് എന്നാണ് അതിന്റെ 3 ഫോംസ്. നമ്മൾ അതിന്റെ പാസ്റ്റ് ടെൻസ് എടുത്തു. V2 ഫോം ഓഫ് ദ വെർബ് പ്ലേഡ്. എന്തുകൊണ്ടാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ടാണ് V2 ഫോം എടുത്തത്? ഇത് സിമ്പിൾ പ്രസന്റ് ആയിരുന്നെങ്കിൽ പ്ലേ എന്നാണ് നമ്മൾ നേരത്തെ എഴുതി. ഇത് സിമ്പിൾ പാസ്റ്റ് ആയപ്പോ നമ്മൾ അതിനെ പ്ലേഡ് എന്ന V2 ഫോമിലേക്ക് ആക്കി. കാരണം സിമ്പിൾ പാസ്റ്റിന്റെ നിയമത്തിൽ പറയുന്നുണ്ട് വി ഷുഡ് യൂസ് V2 ഫോം ഓഫ് ദ വെർബ്. അപ്പൊ V2 ഫോം ഓഫ് ദ വെർബ് എഴുതി. ഇനി വാട്ട് എന്താണ് കളിക്കുന്നത്? ഫുട്ബോൾ. ദാറ്റ് ഈസ് ദ ഒബ്ജക്റ്റ് ഹിയർ. Then played verb. Who played? They subject. What? Football object. SVO. Then again നമ്മൾ അതേ പ്രോസസ്സിൽ തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നു. ഫുട്ബോൾ ഉത്തരമായിട്ട് വരണം. അപ്പൊ എന്തായിരിക്കും ചോദ്യം? അവർ എന്തെഴുതുന്നതൊക്കെ തെറ്റണേ. അവർ എന്ത് കളിച്ചു, അല്ലെങ്കിൽ അവർ എന്താണ് കളിച്ചത്, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോ ദേ പ്ലേഡ് ഫുട്ബോൾ എന്നുള്ള വാചകത്തിൽ ഫുട്ബോൾ ഉത്തരം കിട്ടത്തക്ക വിധത്തിൽ നമ്മൾ ചോദ്യം ചോദിക്കുക. ക്വസ്റ്റ്യൻ വേർഡ് ഓക്സിലിയറി സബ്ജക്റ്റ് വെർബ്. ഹിയർ വീണ്ടും ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ എന്ത് തന്നെയാണ്. ദെൻ അവർ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് അല്ല, എന്ത് ആണ്. കളിച്ചു എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് അല്ല, എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ്. ദെൻ വാട്ട്. ദെൻ കംസ് ദ പൊസിഷൻ ഓഫ് ഓക്സിലിയറി വെർബ്. ക്വസ്റ്റ്യൻ വേർഡ് ഓക്സിലിയറി വെർബ്. ഈ ടെൻസിന്റെ ഓക്സിലിയറി വെർബ് ഡിഡ് ആണ്. വാട്ട് ഡിഡ്. ഒന്നും ആലോചിക്കേണ്ട. കാരണം ഒരാളായാലും രണ്ടാളായാലും ലക്ഷങ്ങളായാലും ഡിഡ് തന്നെ. ഒരാൾ ഡിഡ്. വാട്ട് ഡിഡ്. ക്വസ്റ്റ്യൻ വേർഡ് ഓക്സിലിയറി. ഇനി വേണ്ട സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് ഇവിടെ ദേ എന്നാണ്. വാട്ട് ഡിഡ് ദേ സബ്ജക്റ്റ് ആയി. ദെൻ വെർബ്. വെർബ് എന്താണ്? പ്ലേഡ്. ദേ പ്രശ്നം വന്നു. പ്ലേഡ് എന്ന് എഴുതി വെക്കാൻ പാടുള്ളൂ. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നേരത്തെ നിയമത്തിൽ പറഞ്ഞു, 3 കാര്യമേ ഉള്ളൂ അതിലിപ്പോ അവര് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, വെർബിന്റെ V2 ഫോം ഉപയോഗിക്കണം. ഡിഡ് ആണ് ഓക്സിലിയറി ആയിട്ടുള്ളത്. പക്ഷേ ഡിഡ് ഉപയോഗിച്ചാൽ V1 ഫോം ഓഫ് ദ വെർബ് വെക്കണം. പ്ലേഡ് എന്ന് എഴുതാൻ പറ്റില്ല. പ്ലേഡ്. വാട്ട് ഡിഡ് ദേ പ്ലേ. എന്താണ് അവർ കളിച്ചത്? ക്വസ്റ്റ്യൻ ആയി. ഫുട്ബോൾ. ദാറ്റ് ഈസ് ദ ആൻസർ ഹിയർ. ഇനി നമുക്ക് ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ് ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ? അവർ ഫുട്ബോൾ കളിച്ചുവോ? ഇതിപ്പോ എങ്ങനെ ചോദിക്കാം? അവർ ഫുട്ബോൾ ആണോ കളിച്ചത്? ഇങ്ങനെയൊക്കെ ആവാം. ചോദ്യം എങ്ങനെ വേണമെങ്കിൽ. ഇതൊരു ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ ആണ്. അതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം യെസ് എന്നോ നോ എന്നോ ഒക്കെ ആയി വരുന്നതിനെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യനുള്ള വ്യത്യാസം ഒരു പ്രധാനമായിട്ടുള്ള ഒന്ന്, അതിൽ ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാവില്ല. ഇറ്റ് ഷുഡ് ബി സ്റ്റാർട്ടഡ് വിത്ത് ഓക്സിലിയറി വെർബ്. ദെൻ ദ ഓക്സിലിയറി വെർബ് ഈ ടെൻസിന് ആകെ ഒന്നേ ഉള്ളൂ. ഇറ്റ് ഈസ് ഡിഡ്.
did auxiliary verb plus subject they, did they plus verb played എന്നാണ്. പക്ഷെ ഇവിടെ did വെച്ചതുകൊണ്ട് നമ്മൾ play എന്ന് എഴുതി. Did they play? ഇനി വാചകത്തിൽ ബാക്കിയുള്ളത് ഇതിൽ ചേർത്തെഴുതണം. ദാറ്റ് ഈസ് ഫുട്ബോൾ. മാത്രമല്ല അതിന്റെ അർത്ഥം ആലോചിച്ചാൽ മതിയല്ലോ, അത് വരുന്നു. ഡിഡ് ദേ പ്ലേ ഫുട്ബോൾ? ഈ രണ്ട് ചോദ്യം തമ്മിലുള്ള വ്യത്യാസം വീണ്ടും ഞാൻ പറയുന്നു. ഇതിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടായിരിക്കും, ഇത് തുടങ്ങിയിട്ടുള്ളത് ഓക്സിലിയറി ഉണ്ടായിരിക്കും. ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ. ഡിഡ് ദേ പ്ലേ ഫുട്ബോൾ? അവർ ഫുട്ബോൾ കളിച്ചുവോ? Then I am going to write the two answers of this doubtful question, yes or no question. Yes, അതെ. ഇനി ആ അസർട്ടീവ് സെന്റൻസിന് തന്നെയാണ് അവിടെ വരിക. എന്താ? They played football. They played football. അവർ ഫുട്ബോൾ കളിച്ചു. അത് ഞാൻ മലയാളം എഴുതുന്നില്ല. അതെ, അവർ ഫുട്ബോൾ കളിച്ചു. ഇല്ല അല്ലെങ്കിൽ അല്ല, അവർ ഫുട്ബോൾ അല്ല കളിച്ചത്. അല്ലെങ്കിൽ ഫുട്ബോൾ കളിച്ചില്ല, അവർ ഫുട്ബോൾ കളിച്ചില്ല. നോ യെസ് എന്ന് കഴിഞ്ഞൊരു പോസ് ഉണ്ട്, ദാറ്റ് ഈസ് കോമ. നോ. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഒരു സെന്റൻസിന്റെ നെഗറ്റീവ് ഉണ്ടാക്കാനായിട്ട് അതിന്റെ സബ്ജക്റ്റിന്റെയും വെർബിന്റെയും ഇടയിൽ ഓക്സിലിയറി വെക്കണം. അസർട്ടീവ് സെന്റൻസ് SVO പാറ്റേൺ ഓഫ് സെന്റൻസിൽ എസിന്റെയും വിയുടെയും ഇടയിൽ ഓക്സിലിയറി വെർബ് പ്ലസ് നോട്ട്. അപ്പൊ നമ്മൾ ആദ്യം സബ്ജക്റ്റ് എഴുതണം. നല്ല സബ്ജക്റ്റിന്റെയും വെർബിന്റെ ഇടയിൽ എഴുതാൻ പറ്റുള്ളൂ. ദേ. ഇനി പ്ലേഡ് എന്ന് എഴുതുന്നതിന് മുമ്പ് ഇതിന്റെ ഓക്സിലറി ഏതാണ്? ഡിഡ്. ദേ ഡിഡ് മാത്രമല്ലേ ഉള്ളൂ, അതിന്റെ കൂടെ നോട്ട്. ഇനി വെർബായിട്ട് പ്ലേഡ് എന്ന് എഴുതണോ? പ്ലേഡ് എന്ന് എഴുതണോ? വേണ്ട. എന്താ കാരണം? ഈ വിദ്വാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ ഡിഡ് നോട്ട് പ്ലേ. ദേ ഡിഡ് നോട്ട് പ്ലേ ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിച്ചില്ല, അല്ലെങ്കിൽ കളിക്കുന്നില്ല, അല്ലെങ്കിൽ കളിച്ചില്ല. അതിനാണ്. അപ്പൊ 5 വാചകം ഇതിലായി. They played football. What did they play? Did they play football? Yes, they played football. No, they did not play football. ഇനി ഒന്ന് ആലോചിക്കുക. The simple present tense എന്തായിരുന്നു? They play football എന്നായിരുന്നു. What do they play എന്നാണ് നമ്മൾ ചോദിച്ചത്. Do they play football എന്നാണ്. Yes, they play football എന്നാണ് അതിൽ പറഞ്ഞത്. No, they do not play football എന്നാണ് അതിൽ പറഞ്ഞത്. ഇവിടെ വന്നപ്പോഴേക്കും എന്തായി പ്രശ്നം? V2 ഫോം ഓഫ് വെർബായി, സിമ്പിൾ പാസ്റ്റിൽ V2 ഫോം ഓഫ് വെർബായി. They played football. ഞാൻ ഇന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യത്തിൽ എപ്പോഴും ഓക്സിലിയറി വെർബ് വേണം. ചോദ്യത്തിൽ മാത്രമേ ഇതിൽ ഓക്സിലിയറി വെർബിന്റെ ആവശ്യമുള്ളൂ. ചോദ്യം നെഗറ്റീവ് എന്നുള്ളതിലേക്കും ആവശ്യമുള്ളൂ. അപ്പൊ ചോദ്യം ചോദിക്കുമ്പോൾ സെക്കൻഡ് പൊസിഷൻ ഓക്സിലിയറി വെർബിന്റെയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ വേർഡ് വാട്ട് തന്നെയാണ്. വാട്ട് ഡിഡ് ദേ പ്ലേ? അവരെന്താണ് കളിച്ചത്? അവർ ഫുട്ബോൾ കളിച്ചുവോ? ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ. ഡിഡ് ദേ പ്ലേ ഫുട്ബോൾ? ഡിഡ് ഇവിടെ വന്നുകൊണ്ട് പ്ലേ എന്ന് മാത്രമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഓക്സിലറി, സബ്ജക്റ്റ്, വെർബ്, അങ്ങനെ ബാക്കി ഭാഗം. യെസ്, ദേ പ്ലേഡ് ഫുട്ബോൾ. നോ, ദേ ഡിഡ് നോട്ട് പ്ലേ. സബ്ജക്റ്റിന്റെയും വെർബിന്റെയും ഇടയിൽ വാചകമല്ലോ, സാധാരണ അസർട്ടീവ് സെന്റൻസ്, അതിന്റെ സബ്ജക്റ്റിന്റെയും വെർബിന്റെയും ഇടയിൽ അനുയോജ്യമായ സ്യൂട്ടബിൾ ഓക്സിലിയറി പ്ലസ് നോട്ട് ചേർക്കണം എന്നുള്ളതാണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. വലിയ സമയം എടുത്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലോഡാവാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തന്നില്ലെങ്കിൽ അത് മോശമല്ലേ. 2 ടെൻസിലും അത് ചെയ്യണം. സിമ്പിൾ പ്രസന്റ് എന്ന് എഴുതിയിട്ട് ആദ്യം സിമ്പിൾ പ്രസന്റിൽ അത് ചെയ്യുക, 5 സെന്റൻസ് ഉണ്ടാക്കുക. സിമ്പിൾ പാസ്റ്റ് എന്ന് എഴുതിയിട്ട് 5 സെന്റൻസ് അത് ഉണ്ടാക്കുക. പുതിയൊരു സെന്റൻസ് ആയിക്കോട്ടെ. നമുക്ക് ഇതെടുക്കാം. രാജു ഒരു നോവൽ വായിക്കുന്നു എന്നാണ് സിമ്പിൾ പ്രസന്റിൽ നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ സിമ്പിൾ പാസ്റ്റിൽ രാജു ഒരു നോവൽ വായിച്ചു എന്നാണ് വരിക. രാജു ഒരു നോവൽ വായിക്കുന്നു എന്നുള്ളതിലെ വെർബ് വായിക്കുന്നു എന്നാണല്ലോ, ആർക്കും മനസ്സിലാവും.
ഇത് വളരെ രസകരമാണ്. ഇംഗ്ലീഷിൽ സ്പെല്ലിങ്ങിൽ ഒരു വ്യത്യാസമില്ല, സൗണ്ടിൽ ഒരു വ്യത്യാസം. റീഡ്, റെഡ്, റെഡ് എന്ന് പറയാറുണ്ട് നമ്മൾ. റീഡ്, റെഡ്, റെഡ്. റീഡ്, റെഡ്, റെഡ്. അതായത് റീഡ് V1, റീഡ് അതന്നെയാണ്, വാക്ക് അതന്നെയാണ്, വായിക്കുമ്പോൾ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 ഫോം ഒന്നാണ് റീഡ് എന്നുള്ളതിൻ്റെ. പ്രൊനൗൺസിയേഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അപ്പോൾ സിമ്പിൾ പ്രസന്റിലാണെങ്കിൽ റീഡ് എഴുതുക, സിമ്പിൾ പാസ്റ്റിലാണ് റെഡ്. റീഡ് തന്നെയാണ്, സ്പെല്ലിംഗ് READ തന്നെയാണ്, അതിൽ വർബിൽ ഒരു വ്യത്യാസവുമില്ല. അപ്പൊ ഈ 2 ടെൻസിലെയും നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ അത് രണ്ടും എഴുതി നോക്കുക. സിമ്പിൾ പ്രസന്റ് എന്ന് എഴുതിയിട്ട് എന്താ പറഞ്ഞത് നമ്മൾ, രാജു ഒരു നോവൽ വായിക്കുന്നു എന്ന് എഴുതിയിട്ട്, പിന്നെ അതിന് ചോദ്യം, രാജു എന്താണ് വായിക്കുന്നത്? രാജു ഒരു നോവൽ വായിച്ചുവോ? അതെ, രാജു ഒരു നോവൽ വായിക്കുന്നു. അല്ല, രാജു ഒരു നോവൽ വായിക്കുകയല്ല. ഇങ്ങനെയുള്ള 5 വാചകം ഉണ്ടാക്കുക. ദെൻ സിമ്പിൾ പാസ്റ്റ് എന്ന് എഴുതുക. രാജു ഒരു നോവൽ വായിച്ചു. എന്താണ് രാജു വായിച്ചത്? രാജു ഒരു നോവൽ വായിച്ചുവോ? അതെ, രാജു ഒരു നോവൽ വായിച്ചു. ഇല്ല, രാജു നോവൽ വായിച്ചില്ല. ഇത്തരം 10 വാചകം ഒരൊറ്റ സെന്റൻസിനെ 10 സെന്റൻസുകളാക്കി നിങ്ങൾ തിരിച്ചു നോക്കൂ. തെറ്റിക്കോട്ടെ, അതൊരു പ്രശ്നമല്ല. ഇഫ് യു ഹാവ് എനി ഡൗട്ട് മൈ ഡിയർ ചിൽഡ്രൻ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിലൂടെ എന്നോട് ചോദിച്ചു പോകും. ഐ ആം റെഡി ടു ആൻസർ. മനസ്സിലായോ? വേറെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിലൂടെയും ചോദിക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചുകൊള്ളുക. ഞാൻ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ റെഡിയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട 2 ടെൻസുകളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. സ്ട്രക്ചർ മാത്രമേ പഠിച്ചുള്ളൂ, ഇതിൻ്റെ യൂസ് ഒന്നും പഠിച്ചിട്ടില്ല. സ്ട്രക്ചർ പഠിച്ചു. ഈ സ്ട്രക്ചർ വലിയ പ്രധാനമാണ്. ഈ 2 ടെൻസുകളിൽ മാത്രമേ ഓക്സിലിയറി വെർബ് ഇല്ലാതെ വാചകം ഇങ്ങനെ വരുള്ളൂ. ബാക്കിയുള്ളതിലൊക്കെ ഓക്സിലിയറി വെർബ് ഉണ്ടാവും. നമ്മൾ ആദ്യം എഴുതുന്ന അസർട്ടീവ് സെന്റൻസിൽ തന്നെ ഓക്സിലിയറി വെർബ് ഉണ്ടാവും. അതുകൊണ്ട് ഇവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ, സിമ്പിൾ പ്രസന്റ് ആൻഡ് സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഹോംവർക്ക് മറക്കരുത്. എന്താണ്? രാജു ഒരു നോവൽ വായിക്കുന്നു, സിമ്പിൾ പ്രസന്റ്. രാജു ഒരു നോവൽ വായിച്ചു, സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.